അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റേഡിയേറ്റർ നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. എന്താണോ പാടുണ്ട് അഴിച്ചെടുക്കാൻ, എന്നാലും കുഴപ്പമില്ല. ഞാൻ സാധനമൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. രഞ്ജിത്തേണ്ട വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുക്കുന്നു, സാധനം വാങ്ങിക്കാൻ പോവാ. അതിനിടയ്ക്ക് രഞ്ജിത്തേനെ നമ്മൾ ചെങ്ങന്നൂർ വരെ ഡ്രോപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പാന്. അങ്ങനെ ഞങ്ങൾ രഞ്ജിത്തേനെ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി അവൻ്റെ ഒരു പേപ്പറും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇനി എല്ലാം കഴിക്കണ്ടേ. കഴിക്കാൻ വേണ്ടി നമ്മുടെ സജിബായുടെ കടയിൽ തന്നെ നമ്മൾ നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇനി പാഴ്സലൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾക്ക് അവർ അമ്മയുടെ മരുന്ന് ബിഡിവേഴ്സിൽ പോയി വാങ്ങിക്കണം. പിന്നെ വണ്ടിയുടെ റേഡിയേറ്റർ, പിന്നെ പ്ലാന്റിൽ പോയി 2-3 വെള്ളം എടുക്കണം, കേസ് എടുക്കണം. എല്ലാം കൂടി ഈ ഓട്ടത്തിൽ ഞങ്ങളങ്ങ് തീർക്കും. അല്ല എന്തായാലും നമ്മൾ ആ വഴിക്ക് പോകുന്നില്ലേ, ആ വഴിക്ക് പോകുമ്പോൾ നമ്മളിതെല്ലാം കൂടെ അങ്ങ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ മനുഷ്യൻ്റെ റേഡിയേറ്റർ ശരിയാക്കുന്ന വർക്ക്ഷോപ്പിലോട്ടാണ് വന്നിരിക്കുന്നത്. മനുഷ്യനോട് ഭയങ്കരമായിട്ട് പണിയിലാണ്. എന്തായാലും ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷേ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നമുക്ക്. എന്തായാലും ക്ലീൻ ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ടല്ല. എന്തായാലും നല്ല അടിപ്പനായിട്ട് ക്ലീനൊക്കെ ആക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി അത്യാവശ്യമുള്ളവർ ഇങ്ങോട്ട് തന്നെ എനിക്ക് പോരണം. വെറുതെ ഇനി സമയം കളയാതെ മരിച്ചാണ്ട നമ്പരാണ്. അപ്പോൾ അതിനകത്ത് വരണ്ട, വിളിച്ച് ചോദിക്കുക, വരിക. ഇവിടെ തിരുവല്ലയിൽ തന്നെ നമ്മുടെ ഈ മുത്തൂർ കഴിഞ്ഞിട്ടുള്ള പാലം ഉണ്ടല്ലോ, അവിടെയാണ്. ഇതാണ് നമ്മുടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് റേഡിയേറ്റർ. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, ഇനി വെച്ച് കേൾക്കുമ്പോൾ അറിയാം. കാരണം തിരുവല്ല നമ്മുടെ ആ മുത്തൂർ ജംഗ്ഷൻ കഴിയുമ്പോൾ നമ്മുടെ ഒരു പാലം ഉണ്ട്. ഞാൻ നിർത്തി കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടാകത്തില്ല. അങ്ങനെ ഇന്നത്തെ ദിവസത്തിൽ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ കെട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ആരോ കണ്ണ് വെച്ചതാണോ എന്നൊരു സംശയമുണ്ട്. അവൻ പറയുന്നു. എന്തായാലും കൊള്ളാം. ഞങ്ങൾക്ക് വരുന്ന വഴി കെട്ടിൻ്റെ പണി കിട്ടി ഗൈസ്. നമ്മുടെ രഞ്ജിത്തേണ്ട വണ്ടിയുടെ ബാറ്ററിക്കകത്ത് എന്തോ സീനായിട്ടുണ്ട്. അന്നത്തല്ല എന്തോ സീനായിട്ടുണ്ട്. ലെറ്റിൻ്റെ പണിയായിപ്പോയി. ശരിയാക്കിയിട്ടുണ്ട്. ചെറിയൊരു വയർ പൊട്ടിപ്പോയത് ബാറ്ററി അവിടെ നിന്ന്. എന്തായാലും ഞങ്ങൾ തള്ളിക്കൊണ്ടുവന്ന് ഞങ്ങൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഇതും കൊണ്ട് തീരുമെന്ന് വിചാരിക്കുന്നു. കഷ്ടപ്പാട്.